ഓക്കെ, ഇന്നത്തെ ലാസ്റ്റ് സെഷനാണ്. ലാസ്റ്റ് 50 മിനിറ്റ് സെഷൻ. 15 മിനിറ്റിൻ്റെ ഈ ഒരു സെഷനോട് ചെയ്തിട്ട് June 4th ട്രേഡിങ് അവസാനിപ്പിക്കാനാണ്. അപ്പോൾ ലാസ്റ്റ് സെഷൻ ആയതുകൊണ്ട് തന്നെ വളരെ കെയർഫുള്ളായിട്ട് ട്രേഡ് ചെയ്യുക. ഇന്നുണ്ടാക്കി പ്രോഫിറ്റ് ലോസ് ആക്കാണ്ട് നോക്കുക. അത്രേ ഉള്ളൂ. ഇവിടെ നമുക്ക് റെസിസ്റ്റൻസ് ഒക്കെ ബ്രേക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, അവിടെ വന്നു കഴിഞ്ഞൊരു സെല്ല് ചെയ്യാം. സെല്ല് ചെയ്തു. സിംഗിൾ സെല്ല് മതി എന്ന് തോന്നുന്നു. പേരിൽ നമ്മൾ നേരത്തെയും അത്യാവശ്യം കുറച്ച് ട്രേഡൊക്കെ എടുത്തിട്ടേ റീൽ ചെയ്താണ് കറക്റ്റായിട്ട്. പക്ഷെ എന്നാലും സിംഗിൾ മതി. അടുത്തതൊക്കെ നമുക്കിങ്ങനെ നോക്കാം. ഇത് താഴെ വരെ വന്നു കഴിഞ്ഞാൽ ഒരു ട്രേഡ് എടുക്കാവുന്നുണ്ടോ. ഇത് സപ്പോർട്ടാണ്, ആ ഗ്രീൻ വരച്ചേക്കുന്നത്. അവിടെ വരെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബൈയോടെ ചെയ്യാം. നമുക്ക് പ്രോഫിറ്റ് തന്നു, എന്നാലും അതിൻ്റെ മൂവ്മെൻറ്റ് നോക്കിയാലേ. ഇത് അപ്പ് ട്രെൻഡാണോ റെസിസ്റ്റൻസിൽ നിൽക്കുന്നത്? ഇവിടെ ഇനി വേറൊരു എൻട്രി നമുക്ക് നടത്താൻ പറ്റിയത്, ഇപ്പോൾ കറണ്ട് ക്യാൻഡിലല്ലേ. കറണ്ട് ക്യാൻഡിൽ ഒരു പക്ക ഒരു ഗ്രീൻ ക്യാൻഡിലായിട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാലോ അതല്ലെങ്കിൽ ഒരു ഹാമറായിട്ട് റെഡ് ഹാമറായിട്ട് ഫോം ചെയ്താലോ നമുക്കവിടെ ഒരു സെല്ലെടുക്കാൻ പറ്റും. ഓക്കെ, നമുക്കപ്പോൾ വേണമെങ്കിൽ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം. ഇത് ആക്ച്വലി സ്റ്റോപ്പ് ലോസ് അടുപ്പിച്ചാണ് അതിൻ്റെ മുകളിൽ. ഇത് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തപ്പോൾ കുറേ ആൾക്കാർ ബൈ ചെയ്തിട്ടുണ്ടാവില്ല, അവരെ പോയി സ്റ്റോപ്പ് ലോസ് അടുപ്പിച്ചാണ് എൻ്റെ താഴേക്ക് വന്നത്. സെല്ലെടുത്തു. ഇവിടെ സെല്ലെടുക്കാൻ ഉള്ള കാരണം ഓൾറെഡി പറഞ്ഞല്ലോ, അതൊരു ഇൻവെർട്ടർ ഹാമറിൻ്റെ രൂപത്തിലോട്ട് വന്നായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ക്യാൻഡിൽ ഫിനിഷായില്ല, അതിന് മുന്നേ തന്നെ നമ്മൾ എൻ്റർ ചെയ്തു. ആക്ച്വലി ഞാൻ ക്യാൻഡിൽ ഫിനിഷ് ആവുന്നതിനിടയിലാണ് കേട്ടോ എൻ്റർ ചെയ്യുന്നത്. ഒരു ചില സമയത്ത് മാത്രമാണ് ഒരു ക്യാൻഡിൽ ഫിനിഷ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന ക്യാൻഡിൽ ഒരു ഹാമർ പോലെയൊക്കെ, അതായത് 1 മിനിറ്റിൻ്റെ ഗ്രാഫാണത്. ഓരോ ക്യാൻഡിൽ 1 മിനിറ്റിലാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ആ 1 മിനിറ്റിന് ഇടയ്ക്ക് ഒരു ക്യാൻഡിൽ ചിലപ്പോൾ ഒരു ഹാമർ, ഡോജി, ഹരാമി ക്രോസിങ് അതുപോലെയൊക്കെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻട്രി നടത്തും. ഇത് ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് അടുപ്പിക്കോട്ടോ പറഞ്ഞല്ലേ. ഓക്കെ, ലാസ്റ്റ്
സെക്കൻഡിലാണ് കഴിഞ്ഞ എൻട്രി ലോസ് ആയത്. അവിടെ റെസിസ്റ്റൻസ് ഉണ്ടെന്നുള്ളൊരു ഫീൽ ഉള്ളതുകൊണ്ടാണ് മൾട്ടിപ്പിൾ എൻട്രി നടത്തിയത്. എന്തായാലും ലോസ് കവർ ചെയ്യാൻ പറ്റി. വേറെ നോക്കാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സെല്ല് വേണമെങ്കിൽ നടത്താം. സെല്ല് ചെയ്തു. ഇനി 10 മിനിറ്റും കൂടിയുള്ള ഈ സെഷനിൽ 10 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ ട്രേഡിങ് നടത്തും. പ്രോഫിറ്റ് ആവുന്നതും ലോസ് ആവുന്നതും എന്താണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ. ഞാനിവിടെ ട്രേഡ് എടുത്തത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം. ഈ ഓൾറെഡി ഈ റെസിസ്റ്റൻസ് ഭാഗത്ത് അതായത് കണ്ട ഒരു വിക്ക് ഫോം ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ, ഈ ഗ്രീൻ ക്യാൻഡിലിനൊക്കെ. അത് ഇവിടെ വന്നിട്ടാണ്, ഈ റെസിസ്റ്റൻസ് ലൈനിൽ വന്നിട്ടാണ് അവിടെ നിന്ന് ഒരു പ്രൈസ് റിജക്ഷൻ വന്നിട്ട് താഴേക്ക് വന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളവിടെ സെല്ലടിച്ച്. പിന്നെ അതുകൂടാതെ ഈ ഭാഗത്ത് 2 ക്യാൻഡിലുണ്ട് കണ്ടോ, അതൊക്കെ ക്ലോസ് ചെയ്തേക്കുന്നത് നമ്മളിപ്പോൾ എൻട്രി എടുത്തേക്കുന്നില്ലേ ആ സ്ഥലത്താണ്. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു റെസിസ്റ്റൻസ് ഉണ്ടെന്ന് തോന്നി. നമുക്ക് പ്രോഫിറ്റ് കിട്ടി, പക്ഷെ അറ്റപ്പറ്റായിരുന്നു. പക്ഷെ നല്ലത് പ്രോഫിറ്റായി. പക്ഷേ ഇനിയിപ്പോൾ ഇവിടെ മേളിലോട്ട് പോവുകയാണെങ്കിലും അത് ചിലപ്പോൾ ഒരു ഫേക്ക് ക്യാൻഡിലാവും. മേളിലോട്ട് പോയിട്ട് ഇവിടെ കണ്ടോ, ഇവിടം വരെയൊക്കെ പോയാലും ഇവിടെയും ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഇതേ ഇവിടെ ഒരു റെസിസ്റ്റൻസ് കാണാം ഓൾറെഡി. ഇവിടെ ഒരു റിജക്ഷൻ ഉണ്ട് ഈ ഭാഗത്ത്. പക്ഷേ അങ്ങനെ ഞാൻ മൊബൈലിൽ നിന്നാണ് ട്രേഡ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ ടച്ച് ചെയ്യുമ്പോൾ നീങ്ങി പോകുന്നത്. ഞാനൊരു വീണ്ടും ഒരു സെല്ലിന് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്തതാണ്. പക്ഷേ ആ ഗ്രീൻ ലൈനിലോട്ട് വന്നില്ല. കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം. ആ ഗ്രീൻ ലൈനിലോട്ട് വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു സെല്ല് അവിടെ അടിക്കാം. സെല്ലടിച്ചു. ഇനിയിപ്പോൾ ഇവിടെ ഉള്ള ഒരു സീനറിയോ പറഞ്ഞുതരാം. മേ ബി ഈ ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ബ്രേക്ക് ചെയ്തിട്ട് മുകളിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ മുകളിലോട്ട് പോയി കഴിഞ്ഞാലും നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ ബയേഴ്സ് വന്നിട്ടുണ്ടോയെന്ന് അറിയുന്നത് അടുത്ത ക്യാൻഡിൽ, അടുത്ത 2-3 ക്യാൻഡിൽ ഗ്രീൻ ആയിരിക്കും. ഗ്രീനായിട്ട് ഈ മൂവിങ് ആവറേജ് ലൈൻ ഉണ്ടല്ലോ, അത് ബ്രേക്ക് ചെയ്ത് പോകും. അതല്ലാതെ വേറൊരു ഓപ്ഷൻ ഇവിടെ ഉള്ളത്, ഇപ്പോൾ കറൻ്റ്ലി പോയിക്കൊണ്ടിരിക്കുന്ന ഗ്രീൻ ക്യാൻഡിലില്ലേ, അത് ഒരു ഫുൾ ഗ്രീൻ ക്യാൻഡിൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അതിന് ശേഷം ആ ക്യാൻഡിൽ ഫോം ചെയ്തതിന് ശേഷം ഒരു മൾട്ടിപ്പിൾ എൻട്രി സെല്ല് നടത്താവുന്നതാണ് വേണമെന്നുണ്ടെങ്കിൽ. ഈ ഭാഗത്തൊരു റെസിസ്റ്റൻസ് ഉണ്ട് ഉണ്ടോ ഇവിടെ, വേണമെന്നുണ്ടെങ്കിൽ സെല്ലിടാം. ഗ്രാഫിൻ്റെ അവസ്ഥ നോക്കട്ടെ. സെല്ല് ചെയ്യുന്നില്ല, ഞാൻ വെയിറ്റ് ചെയ്യണം. എന്നുവെച്ചാൽ നമുക്കിവിടെ ഒരു പ്രോഫിറ്റ് ഒരു ലോസുമാണ് ഈ പെയറിൽ കിട്ടിയത്. കുറച്ച് നമുക്ക് അനാലിസിസ് നടത്താനും പറ്റുമല്ലോ. അപ്പോൾ തൽക്കാലം അത് മതി. ഇവിടെ ഞാൻ കയറുന്നില്ല, എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചതിൽ നിന്ന് കുറച്ച് വ്യതിചലിച്ച് പോയി. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം, നോക്കാം അടുത്ത പെയർ. ഓക്കെ, ഓ ഇവിടെ ഇത് ഒരു സപ്പോർട്ടുണ്ട് അല്ലോ. ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ താഴേക്ക് വരും. ഇവിടെ എൻട്രി നടത്തി. വേറെ ഒന്നുമില്ല, നമ്മൾ ഇതിന് മുന്നേ ചെയ്ത പെയറിൽ എനിക്ക് എൻട്രി നടത്തണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ റിപ്പീറ്റഡ് എൻട്രി ആയി പോകില്ല. അപ്പോൾ അതുകൊണ്ട് വേറൊരു പെയറിൽ നമ്മൾ റിസ്ക് എടുത്തതാണ്. ഇത് പ്രോഫിറ്റ് ആയി കഴിഞ്ഞാൽ
നമുക്ക് ഇതിന് മുന്നേ എടുത്ത ആ പെയറിലെ ലോസ് ഇവിടെ ഈ പെയറിൽ റിക്കവർ ചെയ്യും. ഇനി ഒരു 5 മിനിറ്റും കൂടി ഉള്ളൂ. 5 മിനിറ്റും കൂടി ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ, സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ ഇന്നത്തെ സെഷൻ കഴിഞ്ഞു. ഇരുപത്തിനാല് സെക്കൻഡ് കൂടി ഉണ്ട്. ഞാനത് എഡിറ്റ് ചെയ്ത് കട്ടൊന്നും ചെയ്യാതെ റോ ഫയലായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ട്രേഡർ എങ്ങനെയാണ് ഈ സെഷൻ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, ലോസിനെങ്ങനെ ഡീൽ ചെയ്യുന്നത്, പ്രോഫിറ്റിനെങ്ങനെ ഡീൽ ചെയ്യുന്നതൊക്കെ അറിയാൻ പറ്റും. വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രോഫിറ്റ് ആകുന്ന ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് വെട്ടി ചുരുക്കി ഈ 15 മിനിറ്റുള്ള ഈ വീഡിയോ ഒക്കെ വേണമെങ്കിൽ 3 മിനിറ്റോ അല്ലെങ്കിൽ 1 മിനിറ്റ് ഷോർട്ടാക്കി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര റീച്ച് വരും. പക്ഷെ നമുക്കങ്ങനെ ഞാൻ റീച്ചിന് വേണ്ടിയല്ല ഇത് ചെയ്യുന്നത്. ജസ്റ്റ് ഷെയറിങ് മൈ എക്സ്പീരിയൻസ്. ആൻഡ് ഞാനത് ഇവിടെ ഇങ്ങനെ അനാലിസിസ് നടത്തി കഴിയുമ്പോൾ എനിക്കൊന്നും കൂടി എന്നെ ഫൈൻ ട്യൂൺ ചെയ്യുക. അതുപോലെ അതിന് നിങ്ങൾക്കും ഞാൻ മനസ്സിലാക്കാത്ത കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനും പറ്റും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സെല്ല് ചെയ്തു. ഇവിടെ വേറൊന്നുമല്ല, പറഞ്ഞു തരുന്നതുകൊണ്ടാണ്. ഇവിടെ ഒരു വിക്ക് ഉണ്ട്. ആ വിക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി വരുമെന്ന് വിചാരിച്ചാണ് ഞാൻ സെല്ല് ചെയ്തത്. പക്ഷേ സെല്ല് ചെയ്തപ്പോൾ തന്നെ നേരെ മേലോട്ട് പോയി. നമ്മൾ ഉദ്ദേശിച്ച രീതിയിലല്ല ഈ പെയറിൽ മൂവ്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ ഒരു പെയറിൽ മൂവ്മെൻറ്റ് വരുമ്പോൾ അതും നമ്മളവിടെ ട്രേഡ് എൻട്രി വീണ്ടും എടുത്തിട്ട് നമ്മൾക്കെതിരെ മൂവ്മെൻറ്റ് വന്നു കഴിയുമ്പോൾ നമ്മളുടെ റിവെഞ്ച് ആക്റ്റീവ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. റെസിസ്റ്റൻസ് പ്രോഫിറ്റ് ഉണ്ടാക്കിയത് കളഞ്ഞു. ഇവിടെ ഒരു ബാറ്ററി ചാർജ് കയറായി. ഇനിയൊരു 2 മിനിറ്റ് കൂടി ഉള്ളൂ. ഓക്കെ, നമുക്ക് ഇനിയിപ്പോൾ അടുത്തൊരു പോസിബിലിറ്റി ഉള്ളത് ഈ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു സെല്ലടിക്കുകയാണെങ്കിൽ. അതല്ലാതെ ഇനിയിപ്പോൾ ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഈ സെഷൻ ചിലപ്പോൾ ലോസിലോട്ട് പോകും. അപ്പോൾ വെയിറ്റ് ചെയ്യാം. ഇവിടെ ഒരു സപ്പോർട്ട്, അത് ബ്രേക്ക് ചെയ്താൽ താഴേക്ക് വരും. ഇവിടെ നിന്നും താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് എന്നെ സംബന്ധിച്ച് ഇവിടെ ഒരു നല്ല എൻട്രി എന്ന് പറയുന്നത് ഈ മേളിലോട്ടൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ, ഇവിടേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു എൻട്രി ആയിരിക്കും ഇവിടെ. അവിടെ ഒരു സെല്ലിന് ചാൻസ് ഉണ്ട്. അതല്ലാതെ ഇപ്പം ചെയ്ത് കഴിഞ്ഞിട്ട് റിസ്ക്കാണ്. വേണ്ട, ചാടി വന്നാണ്ടോ. ഇനി ഒരു 1.5 മിനിറ്റും കൂടി ഉണ്ട് ഈ സെഷൻ തീരാൻ. അപ്പോൾ അതിന് മുന്നേ കുറച്ചുകൂടി മേലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം ട്രേഡ്. ചേടാ, ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്തല്ല എനിക്ക് എൻട്രി കിട്ടിയത് കേട്ടോ. അപ്പോൾ എൻ്റെ റിവെഞ്ച് ആക്റ്റീവായിട്ട് ഞാൻ വീണ്ടും 2 ട്രേഡ് കൂടിയും ചെയ്തു. അത് 30 സെക്കൻഡ് ട്രേഡാണ് ചെയ്തത്.
ഞാൻ സംസാരിക്കാതിരുന്ന വേറൊന്നും കൊണ്ടല്ല, ഇതിൽ റിസ്കി എൻട്രി ആയിരുന്നു. അപ്പോൾ ഞാൻ സംസാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ഫോക്കസ് പോവും. പിന്നെ ഓൾവേസ് എത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രേഡറാണ് എങ്കിലും ശരി, ഇങ്ങനെ ഒരു പരിധി കൂടുതൽ ലോട്ട് സൈസ് എടുക്കുമ്പോൾ ബേസിക് ഹ്യൂമൻ ഹോമോസാപ്പിയൻ മെൻറ്റാലിറ്റിയാണ് അവിടെ ടെൻഷൻ ഉണ്ടാവും. നമ്മൾ മനുഷ്യരെന്ന് പറഞ്ഞാൽ ഹോമോസാപ്പിയൻ വിഭാഗത്തിൽ വരുന്ന ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള വെർഷനാണ് ഇപ്പോൾ 2026 ജീവിക്കുന്നത്. നമ്മളൊരു 30,000 വർഷം മുന്നേ ഫോം ചെയ്ത സാധനമാണ് ഈ ഹോമോസാപ്പിയൻ എന്ന് പറഞ്ഞാൽ. നമ്മളുടെ ബ്രെയിൻ അന്നുള്ള ബ്രെയിൻ തന്നെയാണ് ഇപ്പോഴും, കുറച്ച് അപ്ഡേഷൻസ് വന്നുള്ളൂ. അതായത് ഇപ്പോൾ ഐഫോൺ ഏറ്റവും ആദ്യത്തെ വെർഷനും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വെർഷനും തമ്മിലുള്ള ഒരു അപ്ഡേഷനില്ല, അതുപോലെ കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഹോമോസാപ്പിയൻ്റെ ബേസിക് നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവൈവലാണ്. നമ്മൾ പരാജയപ്പെടാൻ പോകുമ്പോൾ സർവൈവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അതാണ് ഇപ്പോൾ ഇവിടെ കണ്ടത്. എന്നാലും കുറച്ച് കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് ആണ് എടുത്തത്. നമ്മൾ ഓൾറെഡി നേരത്തെ ഇവിടെ ഒരു മാർക്ക് ചെയ്ത് വരുന്നല്ലോ, കണ്ടോ? ആ പൊസിഷനിലാണ് ഏകദേശം സെല്ലിങ് വരുന്നത്. ഇവിടെ നിന്ന് താഴേക്ക് വരാനുള്ള ചാൻസ് തീർച്ചയായിട്ടും ഉണ്ട്. അങ്ങനെ നമുക്ക് അനലിസിസ് നടത്താം. എന്ന് വെച്ചാൽ ആ ഒരു